ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നാളെ ചൊവ്വാഴ്ച മാർക്കറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ്. നിഫ്റ്റി 50 ചാർട്ടാണ് ഞാൻ ഈ ഓപ്പൺ ആക്കി വെച്ചത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം. അതിനുവേണ്ടി നമ്മൾ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലായിട്ടാണ് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും മാർക്കറ്റ് ഫസ്റ്റത്തെ 15 മിനിറ്റ് ക്യാൻഡിൽ നല്ലൊരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിലായിരുന്നു. പിന്നെ റിജക്ഷൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡൗൺഫോൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 70 പോയിൻറ്റ് ഡൗൺഫോൾ തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രേഡ് ഞാൻ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ടൊരു ഡൗൺഫോൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു റേഞ്ച് വരെ നമുക്ക് ടാർഗറ്റ് എടുക്കാവുന്നതാണെന്ന്. ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നാളെ എന്താണ് മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് പോവാം. ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ ഒരു ക്യാൻഡിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിൽ, ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിവിടെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ലെവൽ നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ലെവലിൽ വന്നപ്പോൾ, അതായത് 24,580, ഓക്കെ, ആ ഒരു റേഞ്ച് വന്നപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് കയറി പോകുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായത്. ഓക്കെ, ഞാൻ ഓൾറെഡി ഈ ഒരു ലെവൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു, നിങ്ങളുടെ ചാർട്ടിൽ ഈ ഒരു ലെവൽ ആഡ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് നേരെ ഇനി 1 അവർ ടൈം ഫ്രെയിമിലോട്ട് പോകാം. ഓക്കെ, 1 അവറിൽ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. 1 അവറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റേഞ്ച് നമുക്കത് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് വരയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒന്ന് സൂം ഔട്ട് ആയി കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചും ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും, മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈനിനെ എടുത്തിട്ടാണ് മാർക്കറ്റ് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു ലെവൽ വന്നപ്പോൾ, ഓക്കെ, ഈ ഒരു ലെവൽ ഇവിടെ വന്നപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് നല്ലൊരു ബൈയിങ് വന്നു, ഇവിടുന്ന് ഒരു ബൈയിങ് വന്നു, ഇവിടുന്ന് ഒരു ബൈയിങ് വന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇനി ഇവിടെ എത്തുമ്പം ഒരു ബൈയിങ് നമുക്ക് നോക്കാവുന്നതാണ്. അതായത് നാളത്തെ മാർക്കറ്റിൽ എൻ്റെ ഒരു അനാലിസിസ് വെച്ചിട്ട് മാർക്കറ്റ് ഒരു ബുള്ളിഷ് മാർക്കറ്റ് ആവാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്തുകൊണ്ടാണ് ഇത്രയും നിങ്ങൾ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ഒരു EMAൻ്റെ ഡൗണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് ഒരു അപ്പ് മൂവ് വരുമെന്ന് ഞാൻ പറയുന്നത് നോക്ക്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് നേരെ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് പോകാം. അതിനു മുന്നേ നിങ്ങൾ ഈ സപ്പോർട്ട് ഫസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ, ഞാൻ പറഞ്ഞുതരാം എക്സാക്റ്റ്. അതായത് 24,300 മുതൽ 24,350. ഓക്കെ, 24,300 മുതൽ 24,350 വരെ ഒരു സപ്പോർട്ട് സോണാണ്. ഇത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവലും ഒരു സപ്പോർട്ട് സോണാണെന്ന്. അതുപോലെ തന്നെ ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് കയറി പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോളൂ, 24,540 മുതൽ 24,570 വരെ. ഓക്കെ, ഇതൊരു നല്ല സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. ഇവിടുന്ന് മാർക്കറ്റ് ഡൗൺ ആവണമെന്നുണ്ടെങ്കിൽ നല്ല പണിയുണ്ട്. കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാം 1 അവർ ടൈം ഫ്രെയിമിലാണ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് വന്നത്. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടാണ് പിന്നെ നിങ്ങൾക്ക് അറിയാലോ മാർക്കറ്റ് ഇവിടുന്ന് മേലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു സപ്പോർട്ടായിട്ട് തന്നെ ആക്ട് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സോൺ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇവിടുന്ന് മിക്കവാറും നല്ല ഒരു 90% ബൈയിങ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇത് മാർക്ക് ചെയ്ത് വെക്കുക. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി നിങ്ങൾക്ക് ഇവിടുന്ന് ബൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ ചെയ്താൽ നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ച് വരെ ആയിരിക്കും. അതായത് 24,750 വരെ ഈ ഒരു റേഞ്ചിൽ ഫസ്റ്റ് ടാർഗറ്റ് വെക്കാവുന്നതാണ്. ഈസി ആയിട്ട് ആ ഒരു ലെവൽ വരെ മാർക്കറ്റ് പോകുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് പോകാം. നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിലാണോ ട്രേഡ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് കമൻറ്റ് ഇടണേ. ഞാൻ ട്രേഡ് ചെയ്യാറ് 15 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, അതാ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് നോയ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഫസ്റ്റ് ഹാഫിൽ അതായത് 9:15 ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു. ഇവിടെ നല്ലൊരു റെഡ് ക്യാൻഡിൽ വന്നിട്ട് ഇത് കവറായി. പിന്നെ ഇവിടുന്ന് മാർക്കറ്റ് ഓൾമോസ്റ്റ് 70 പോയിൻറ്റ് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഈ ട്രേഡ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ലൈവ് റെക്കോർഡ് ചെയ്ത വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കാണാത്തവരാണെങ്കിൽ പോയി നിങ്ങൾ കണ്ടോളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ച് വരെ ആയിരുന്നു നമ്മൾ ഇതിൻ്റെ ടാർഗറ്റ് വെച്ചത്. ഓക്കെ, പക്ഷേ ഞാൻ ചെയ്തൊരു ചെറിയൊരു മിസ്റ്റേക്ക് കാരണം ആ ടാർഗറ്റ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. അതിന് മുന്നേ ഞാൻ എക്സിറ്റ് ആയതുകൊണ്ട് എനിക്ക് ലോസിലത് ബുക്ക് ചെയ്യേണ്ടി വന്നു. ഓക്കെ, അപ്പം ഇതാണ്. അപ്പോൾ ഈ സപ്പോർട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് സൂം ഔട്ടായി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് ഈ കാണുന്നതൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചതൊക്കെ. ഇതൊരു എന്തായാലും ഈ മാർക്കറ്റ് ഈ ഒരു സോണ് ബ്രേക്ക് ചെയ്യും വരെ ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്തായാലും നല്ല ആക്റ്റീവായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ ചാർട്ടിൽ ഇത് എന്തായാലും നിങ്ങൾ ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ ഒരു സോണുകളൊക്കെ 24,000
24,350 എന്ന് പറഞ്ഞൊക്കെ ഈ ഒരു ലെവൽ, അതായത് ഈ ഒരു ആഴ്ചയോ അടുത്ത ആഴ്ച മാർക്കറ്റ് ഈ ഒരു ലെവലിലാണ് കളിക്കുക. അപ്പം ഈ ഒരു ലെവലിൽ മാർക്കറ്റ് നിൽക്കുന്നിടത്തോളം കാലം ഇതൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ ചാർട്ടിലിട്ട് നിങ്ങൾ അനാലിസിസ് ചെയ്ത് നോക്കിക്കോ, നെക്സ്റ്റ് ഡേയിലൊക്കെ മാർക്കറ്റ് എങ്ങനെയാണ് വർക്കാവുന്നത്. ഓക്കെ, ഇനി നാളെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നാളെ മാർക്കറ്റ് കുറച്ചൊരു നെഗറ്റീവിലാണ് ഓപ്പൺ ആയെന്ന് വെച്ചാൽ, ഈ ഒരു ഭാഗത്താണ് ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു ബൈങ് വരാനുള്ള ചാൻസ് 100% കൂടുതലാണ്. ഓക്കെ, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പായാണ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റീടെസ്റ്റ് കഴിഞ്ഞിട്ടേ നമ്മളൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പാടുള്ളൂ. നമുക്ക് ഇവിടെ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കണമെങ്കിൽ, അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രമേ പുട്ട് ഓപ്ഷനിലേക്ക് നിങ്ങൾ നോക്കാവുള്ളൂ. അതുവരെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ വേണ്ടി പാടില്ല. ഞാൻ 100% ഷുവറായിട്ട് പറയാം. കാരണം മാർക്കറ്റ് ഇവിടുന്ന് എപ്പോൾ വേണമെങ്കിൽ തിരിച്ചു കയറാം. ഒരു പക്ഷേ ഇവിടുന്ന് നിങ്ങൾക്കൊരു ഇൻവേർട്ടഡ് ഹാമറൊക്കെ താഴോട്ട് നല്ല നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ തോന്നാം ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സോണ് ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരിക്കലും മാർക്കറ്റ് ഡൗൺ ആവില്ല. ഇവിടുന്ന് തിരിച്ച് കയറിപ്പോയും ട്രാപ്പ് ആയിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ സെല്ല് ചെയ്യാൻ വേണ്ടി നോക്കരുത്. ഓക്കെ, അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ വേണ്ടി നോക്കരുത്. ഇവിടുന്ന് മാക്സിമം നിങ്ങൾ ഒരു കോൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റി മാത്രം നിങ്ങൾ നോക്കുക. ഓക്കെ, ഇന്നത്തെ FIൻ്റെ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ FI ബൈ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പം FI ബൈ ചെയ്താൽ അറിയാമല്ലോ, FI ബൈ ചെയ്താൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ. FI ബൈ ചെയ്തുകൊണ്ട് മാത്രം മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചറും ഇതിൻ്റെ ബിഹേവിയറും കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും മാർക്കറ്റ് മേലോട്ടാണ് പോകുന്നതെന്ന്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു റേഞ്ചിലൊക്കെ ലിക്വിഡിറ്റി ഉണ്ട്. ഈ ലിക്വിഡിറ്റി ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല. ഓക്കെ, താഴോട്ട് വന്നു പിന്നെയും ഇവിടുന്ന് സെല്ലിങ് വന്നു. അപ്പം വീണ്ടും ഇവിടെ ഓരോ ആൾക്കാർക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ട്, അതായത് ഓപ്ഷൻ സെല്ല് ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഇവരെയൊക്കെ SLും കാര്യങ്ങളൊക്കെ ഈ ഒരു ലെവലിലാണ് ഉള്ളത്. ഞാൻ ഈ മാർക്ക് ചെയ്ത് ഈ ഒരു ലെവൽ വരെ പോയാൽ ഇവരെ SL അടിക്കാൻ പറ്റും. അപ്പോൾ മാർക്കറ്റ് നാളെ എന്താ സംഭവിക്കാം, മേലോട്ട് തിരിച്ച് കയറി, നാളെ ഇല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് കയറി പോകാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ ഒരു ലെവലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരാം ഈ ഒരു ലെവലൊക്കെ. പിന്നെ രാവിലെ നിങ്ങൾ എന്തായാലും ഒരു 9:30 കഴിഞ്ഞിട്ട് ട്രേഡ് എടുക്കാൻ വേണ്ടി നോക്കുക. ഒരിക്കലും ഫസ്റ്റ് 15 മിനിറ്റിൽ ഒരിക്കലും ട്രേഡ് പ്ലേസ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, അതിലൊരു വലിയൊരു എക്സാമ്പിളാണ് ഈ കാണുന്നത്. ഇത്രയും വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നിട്ട് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും SL ഹിറ്റായിട്ടുണ്ടാവും. ഓക്കെ, ഇനി 5 മിനിറ്റിലോട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ 5 മിനിറ്റിൽ ഒരിക്കലും അനാലിസിസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. 5 മിനിറ്റ് ജസ്റ്റ് ട്രേഡ് എടുക്കാൻ വേണ്ടി മാത്രം 5 മിനിറ്റ് യൂസ് ചെയ്യാൻ പറ്റും. 5 മിനിറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് നോയ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. എന്നാലും മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ഉള്ളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നാളെ എൻ്റെ ഒരു ഡീപ്പ് അനാലിസിസ് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ നോക്കേണ്ടത്, നാളെയോ നാളത്തെ കഴിഞ്ഞോ. ഓക്കെ, അപ്പം ഇതാണ് ചൊവ്വാഴ്ച, അതായത് ചൊവ്വാഴ്ച 10/12 ചൊവ്വാഴ്ച മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഇത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു സോണ് ഏരിയയൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് നിങ്ങളുടെ ചാർട്ടിൽ ഇട്ട് വെക്കുക. എന്നിട്ട് നാളെ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തതെന്ന് നോക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ നിഫ്റ്റി 50ൻ്റെ അനാലിസിസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിഫ്റ്റി 50ൽ മാത്രമേ ട്രേഡ് എടുക്കുള്ളൂ. ബാങ്ക് നിഫ്റ്റി ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അതായത് ഒരു ഇൻഡെക്സിൽ മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു നിഫ്റ്റി 50ൻ്റെ അനാലിസിസ് ഞാൻ ഇത് മാത്രം ചെയ്യാനുള്ള കാരണം. നമുക്ക് കാണാൻ പറ്റും ഞാനിപ്പോൾ ഈ ഒരു കുറച്ച് സോണുകൾ മാത്രമേ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഈ ഒരു ഭാഗം. കാരണം എന്താ വെച്ചാൽ ഇനി മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ ടൈം ഫ്രെയിമിലിട്ടിട്ട് മുകളിലോട്ട് എന്താണ് എവിടെയാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴോട്ട് നെക്സ്റ്റ് സപ്പോർട്ട് ഏതാണെന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ മാർക്കറ്റ് അനലൈസ്. നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിലോട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നാളെ മാർക്കറ്റ് കാണാം. പിന്നെ ഞാൻ എടുക്കുന്ന എല്ലാ ട്രേഡിൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് മാർക്കറ്റ് അനലൈസിൻ്റെ വീഡിയോ എന്നും രാത്രി 7 മണിക്കും, ഞാൻ എടുക്കുന്ന ട്രേഡിൻ്റെ വീഡിയോ ലൈവായിട്ട് റെക്കോർഡ് ചെയ്ത വീഡിയോ മോർണിംഗ് 7 o'clock എൻ്റെ ചാനലിലൂടെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.